ഈശോയെ സ്നേഹിക്കുക മാത്രം ചെയ്താൽ മതി, ബാക്കിയെല്ലാം കുഴപ്പമൊന്നും. ഇനി നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരുണ്ടോ? ആരെങ്കിലുമൊക്കെ? ചിലർക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്നവരുണ്ട്. യുവത്തിന് നോക്കാം. ഹല്ലേലൂയ. ഇനി അല്ലാത്തവര് ഞായറാഴ്ചയുള്ള കുർബാനയ്ക്ക് വരും. നമ്മൾ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ എന്നാ പറയണേ? സാധാരണ ഇവിടെ എന്നാ കാണാൻ പോകുന്നു? കുർബാന അർപ്പിക്കാൻ പോകുന്നു. ചേച്ചി കൃത്യമായിട്ട് പറയണം. നമ്മൾ സാധാരണ നമ്മളൊരു കൊളക്കൽ ഭാഷയാണ് കുർബാന കാണാൻ പോകുന്നത്. നമ്മൾ ഈ കാഴ്ചയിൽ നിൽക്കുന്ന കൊണ്ട് ഉള്ള ഒരു വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. കാഴ്ച മാറി അത് അർപ്പണമായിട്ടും അത് അനുഭവമായിട്ടും മാറാൻ നേരത്താണ് നമ്മുടെ ജീവിതത്തില് മാറ്റങ്ങൾ വരും. ഹല്ലേലൂയ. കാരണം എന്റെ സ്വരം അത്ര നല്ല സ്വരം അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ദൈവത്തെ വെക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ സുവിശേഷത്തിൽ വചനം ഇങ്ങനെയാണ്: യേശു ഇത് കേട്ട് അവിടെ നിന്ന് പിൻവാങ്ങി. എന്നാ കേട്ടിട്ട് എങ്ങോട്ടാ പിൻവാങ്ങിയേ? എന്ത് കേട്ടിട്ടാ പിൻവാങ്ങിയേ? അത് പിള്ളേർ പറഞ്ഞു എന്നാ പിൻവാങ്ങാൻ പോയെന്ന് പറഞ്ഞു. പിൻവാങ്ങിയതല്ല. ഈ വചനത്തിന്റെ തൊട്ടും മുൻപുള്ള വചനഭാഗം സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദമാണ്. സ്നാപക യോഹന്നാൻ ഈശോയുടെ വഴിയൊരുക്കാൻ വന്നവൻ, ഈശോയുടെ കസിനാണ്, ഈശോയുടെ സഹോദരനാണ് സ്നാപക യോഹന്നാൻ. ഈ സ്നാപക യോഹന്നാന്റെ മരണവാർത്ത അറിഞ്ഞിട്ട് ഈശോ പിൻവാങ്ങുകയാണ്. അപ്പൊ ഈശോയുടെ ഈ സമയത്തുള്ള ഇമോഷൻ എന്തായിരിക്കും? നമ്മുടെ ആരെങ്കിലും ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ എന്നാ നമുക്കൊരു പിസ്സ കഴിക്കാൻ പോകുന്നു പറയോ? ഇല്ല. പിന്നെ എന്തായിരിക്കും അവസ്ഥ? അത് തന്നെ ഈശോയുടെ ജീവിതം. ഈശോ പിൻവാങ്ങി എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഈശോ മാറി, ഈശോ ഒറ്റയ്ക്കായിരിക്കാൻ, അത് പ്രാർത്ഥിക്കാനും ഈശോ മെന്റൽ സഫറിങ്ങിലൂടെ കടന്നു പോകുന്ന സമയമാണ്. സമ്മതിച്ചോ? സമ്മതിച്ചല്ലേ? സമ്മതിപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ ഈശോ ഇതുപോലുള്ള ഒരു മാനസിക സംഘർഷം തന്റെ സ്വന്തം കസിൻ മരിച്ചതിന് ശേഷമുള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അവിടെ പോലും കർത്താവിനെ വെറുതെ വിടാതെ ആര് പോണോ? ഈ ജനക്കൂട്ടം മുഴുവൻ ഈശോയുടെ പുറകെ പോകുന്നു. എന്നിട്ട് ഈശോ ഈ മെന്റൽ സ്ട്രഗിളിൽ ഇരിക്കുമ്പോൾ, ഈ മെന്റൽ സ്ട്രഗിൾ എന്തിന്റെ മുന്നാസ്വാദനമാണെന്ന് അറിയാവോ? ഇതേപോലെ ഒരു മെന്റൽ സ്ട്രഗിൾ ഈശോ അനുഭവിച്ച ഒരു സമയമാണ് ഗെത്സമൻ തോട്ടം. വിശുദ്ധ കുർബാന അർപ്പണത്തിന് കർത്താവ് ഈ കാൽവരി വലിയ അർപ്പണത്തിന് മുമ്പുള്ള സമയമാണ്. അതുകൊണ്ടാണ് ഈ ഭാഗത്തെ വിശുദ്ധ കുർബാനയുടെ മുന്നാസ്വാദനം എന്ന് വിളിക്കാൻ കാരണം ഇതാണ്. ഈശോ മെന്റൽ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ജനക്കൂട്ടം വരുന്നു. ഈശോ അവർക്ക് വചനവും അപ്പവും മുറിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ അർപ്പിക്കുന്ന ബലിയുടെ പ്രത്യേകത എന്നാണെന്നറിയോ? ഈ ബലിയുടെ പ്രത്യേകത ഇത് എന്ത് ബലിയാ? ചിലര് പറയും ഇവിടെ നമുക്ക് എൻജോയ്മെന്റ് നടത്താം, ഇവിടെ നമുക്ക് കൊട്ടും പാട്ടൊക്കെ മുമ്പ് നമ്മള് ഈശോ സ്തുതിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. ഈ ബലിയെ കുറിച്ച് തോമസ് അക്വിനാസ് പറയും, എത്തിയിലാണ് നിങ്ങൾ നോക്കിക്കൊണ്ട് ഇമാഗോ റെപ്രസെന്റേറ്റീവ് പസ്യോണിസ് ക്രിസ്റ്റി. ഞാൻ പഠിച്ച തോമസ് അക്വിനാസ് ആയതുകൊണ്ട് പറഞ്ഞു. അതായത് ഈശോയുടെ കുരിശിലെ ബലിയുടെ അനുസ്മരണമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന തന്നെ. അതുകൊണ്ട് ഈ ബലി ചുമ്മാ ചിരിച്ചോണ്ട് സുഖമാണ് എന്നാ പിന്നെ നമുക്ക് ചിരിച്ചോണ്ട് ചെല്ലാനുള്ളതും അല്ലെങ്കിൽ ഇത് വളരെ കൂളായിട്ട് ചെയ്യാനുള്ളതല്ല. നമ്മുടെ കർത്താവ് ശ്രമിക്കുക കുരിശേ കിടന്ന് അവസാന തുള്ളി രക്തമീറ്റ് വീഴുന്നതോളം വരെ നമുക്ക് വേണ്ടി പരിഹാരത്തിനായിട്ട് അർപ്പിച്ച ബലിയാണ് നമ്മൾ അർപ്പിക്കുന്ന ഓരോ പരിശുദ്ധ കുർബാന. അപ്പോൾ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ വരാൻ നേരത്ത് നമ്മുടെ കയ്യിലുണ്ടാകേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ഓക്കെ എനിക്കിന്ന് ക്ഷീണമാണ്, അല്ലെങ്കിൽ ഞാൻ ആ കാറ്റുള്ളിടത്ത് ഇരുന്നോളാം, അല്ലെങ്കിൽ ഞാൻ പുറത്ത് നിന്നോളാം. നമ്മുടെ പരിശുദ്ധ കുർബാന പൂർണ്ണമാവോ എന്ന് പറഞ്ഞാൽ ഒന്നും ആകത്തില്ല. പരിശുദ്ധ കുർബാന അർപ്പണമേ അല്ല. നമ്മൾ ഏത് സങ്കടത്തോടു കൂടിയാണോ, ഏത് സഹനത്തിലാണോ, ആ സഹനത്തോടുകൂടെ നമ്മൾ ബലിയർപ്പിക്കുമ്പോഴാണ് നമ്മുടെ ബലിയർപ്പണ അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം ക്ലിയർ ആയിട്ടുള്ള കുർബാനാർപ്പണം ഉണ്ടോ? ഞാൻ കുർബാനയ്ക്ക് പോയ സഹനക്കളങ്ങ് മാറട്ടെ, പ്രശ്നമൊക്കെ ഒന്ന് ശരിയാകട്ടെ, എന്നിട്ട് കുർബാനയ്ക്ക് പോകാം. ശരിയാവോ? ഒരിക്കലും ശരിയാകാൻ പോകും. നീ ഏത് പ്രതിസന്ധിയിലാണോ ആ പ്രതിസന്ധിയോടുകൂടെ, ഏത് സഹനമാണോ ആ സഹനത്തോടുകൂടെ, നീ കാലിന് നീരാണോ ആ നീരോടുകൂടെ അല്ലെങ്കിൽ ആ വേദനയോടുകൂടെ ഇന്ന് ബലിയർപ്പിക്കണം. ഈ താമരശ്ശേരി രൂപതയിൽ ഒരു അച്ഛന്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഞങ്ങളൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മംഗലപ്പുഴ സെമിനാരിയിൽ, ആലുവ മംഗലപ്പുഴ സെമിനാരിലാണ് ഞാൻ പഠിച്ചത്. അവിടെ പഠിച്ച് അച്ഛനായ ഒരു അച്ഛന്റെ ജീവിതത്തിൽ അനുഭവം. അച്ഛന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു. അച്ഛൻ്റെ അമ്മയ്ക്ക് ക്യാൻസറിന്റെ 4th സ്റ്റേജാണ്. അച്ഛന്റെ പട്ടം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ഡീക്കനായ സമയത്ത് പട്ടം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ഈ പട്ടത്തിന്റെ സമയത്ത് ഈ ഡേറ്റ് മാറ്റിവെക്കാൻ തീരുമാനിച്ചപ്പോ അമ്മ പറഞ്ഞു, മകനെ നീ എന്നാ മണ്ടത്തരം കാണിക്കുന്നു, നീ എന്ത് മണ്ട, കർത്താവ് തന്നെ ഇത്രയും വലിയ പൗരോഹിത്യം എന്ന ദാനം
അമ്മയ്ക്ക് സുഖമില്ല, അമ്മ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് നീ അത് മാറ്റിവെക്കാനും അമ്മയുടെ രോഗം മാറിയിട്ട് ശരിയാക്കാനും പോയി കഴിഞ്ഞാൽ അത് വേണ്ട മോനെ, അത് ദൈവത്തിന്റെ പദ്ധതിയല്ല. അമ്മയുടെ സഹായം അമ്മ സഹിച്ചോളാം. മോൻ എന്ത് വേണം? മോൻ പൗരോഹിത്യ സ്വീകരണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കണം. എന്നിട്ട് അമ്മ ഒറ്റ കാര്യം ആവശ്യപ്പെട്ടു. അമ്മ ആശുപത്രി കിടക്കലാണ്, കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയെ പട്ടത്തിന്റെ സമയത്ത് ഈ അച്ഛൻ ആദ്യത്തെ ബലിയർപ്പിക്കുന്ന സമയത്ത് ഇതിന്റെ മുമ്പിൽ ഉണ്ടാകണമെന്ന് അമ്മയെ ചെയറിലൊക്കെ ആക്കി കൊണ്ടുവന്ന് അവിടെ കൊണ്ടിരുന്നു. ഈ അമ്മയുടെ മകനായ മനീഷ് അച്ഛൻ ആദ്യമായി പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആദ്യത്തെ ബലിയുടെ സമയത്ത് ഈശോയുടെ തിരുശരീരം ഇത് എന്റെ ശരീരമാവുന്ന ശരീരം ഉയർത്തുന്ന സമയത്ത് ആ അമ്മ, ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള അമ്മ അവിടെ നിന്ന് പറഞ്ഞു, എന്റെ മകൻ മനീഷ് അച്ഛന്റെ കയ്യിലിരിക്കുന്ന ഈശോയെ നീ ഇറങ്ങി വന്ന് എന്നെ സുഖപ്പെടുത്തും. എന്നെ സംഭവിച്ചെന്നറിയോ? കീമോയുടെ 4th സ്റ്റേജില്, ക്യാൻസറിന്റെ 4th സ്റ്റേജിൽ കിടക്കണ അമ്മ സ്വന്തം മകൻ അർപ്പിച്ച പരിശുദ്ധ കുർബാന ഈശോയുടെ തിരുശരീരം എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോ പറയാണ്, അങ്ങനെ ചങ്ക് കൂട്ടി വിളിക്കണം, അപ്പട്ട പറഞ്ഞ് ഈശോ സുഖപ്പെടുത്തണം. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അച്ഛന്റെ പൗരോഹിത്യ സ്വീകരണം എല്ലാം കഴിഞ്ഞ് തിരിച്ച് കോഴിക്കോടുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അമ്മയുടെ ക്യാൻസർ ഇല്ല.